Hi students, welcome to a new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 6th സെമസ്റ്റർ ബികോമിൻ്റെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒപ്പം തന്നെ അതിൻ്റെ ആൻസർ കീയും കൂടിയാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്? വാട്ട് ഈസ് എ ക്വാളിഫൈഡ് റിപ്പോർട്ട്? വാട്ട് ഈസ് ഓഡിറ്റിംഗ് ടെക്നിക്ക്? What is audit working paper? അഞ്ചാമത്തെ question, what is test checking? Define teaming and lading. What is capital expenditure? What are contingent asset? What is verification? Write any two objectives of internal audit. What is internal check? What is corporate governance rating? Point out the important reasons for misgovernance in India. What is class action suit? And last one, what do you mean by whistleblowing? ഇത്രയാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. 17ാമത്തേൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. റൈറ്റ് എ നോട്ട് ഓൺ ഓഡിറ്റിംഗ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ്. വാട്ട് ആർ സർപ്രൈസ് ചെക്സ്? റൈറ്റ് അബൌട്ട് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വേരിയസ് ബോർഡ് കമ്മിറ്റീസ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഷെയർ ഹോൾഡർ ആക്ടിവിസം? വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ്? 23ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ഫെയിലിയർ ഓഫ് സത്യം കമ്പ്യൂട്ടേഴ്സ്. ഇത്രയാണ് സെക്ഷൻ ബിയിൽ വന്ന ക്വസ്റ്റ്യൻസ്. സെക്ഷൻ സിയിൽ വന്ന ക്വസ്റ്റ്യൻസ്, അതായത് എസ് എ ക്വസ്റ്റ്യൻസ്. 24ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ടു ബി പൊസസ്ഡ് ബൈ ആൻ ഓഡിറ്റർ. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദ ബിസിനസ്. 26ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് വൗച്ചിങ് ദ റെസീറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. And last essay question, explain in detail the various committees constituted in India on corporate governance. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് റെഫർ ടു എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ and regulatory bodies to govern the conduct of audits. These standards are designed to ensure that audits are conducted consistently with a high level of quality and in accordance with accepted professional practices. Audit standards provide a framework for auditors to plan, perform and report on their audit work. ഇതാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കീ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഇഷ്യൂഡ് ബൈ എക്സ്റ്റേണൽ ഓഡിറ്റർ വെൻ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇൻഫർമേഷൻ ഗിവൺ ടു ദം. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണിത്. ടു ദം ഓൺ വെൻ ദേ ഹാവ് സം ഡൗട്ട്സ് അബൌട്ട് ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. A qualified report indicates that the financial statements contain material misstatement or issues that the auditor has identified during the audit. ഓഡിറ്റ് നടക്കുന്ന വേളയിൽ അതിൽ കണ്ടെത്തിയ കുറേ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സുകളെ ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടാണിത്. മൂന്നാമത്തേൽ ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ടു ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ എംപ്ലോയിഡ് ബൈ ഓഡിറ്റേഴ്സ് ടു gather evidence and evaluate information during an audit or assurance engagement. These techniques are designed to ensure that the audit is conducted effectively and that the auditor can provide reasonable assurance about the accuracy and reliability of the subject matter being examined. Here are some common auditing techniques. ഓഡിറ്റിംഗ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊസീജിയറും മെത്തേഡ്സും ആണ്. പിന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്താ ചോദിക്കുന്നുണ്ട്. സിംപ്ലി റെഫർ ടു ആസ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ ദ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർഡ് ബൈ ഓഡിറ്റേഴ്സ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ആൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ആ ഓഡിറ്റ് ചെയ്യുന്ന ആ വേളയിൽ അവർ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻസിനെയാണ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. ദ പേപ്പർ സെർവ്സ് ആസ് എ പ്രൈമറി റെക്കോർഡ് ഓഫ് ദ ഓഡിറ്റ് പ്രോസസ് ആൻഡ് കണ്ടെയ്ൻ ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ
എവിഡൻസ് ആൻഡ് വർക്കിംഗ് നോട്ട്സ് റിലേറ്റഡ് ടു ദ ഓഡിറ്റ്. ആ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുന്നോ എഴുതിയുണ്ടാക്കുന്നോ അതെല്ലാം വർക്കിംഗ് പേപ്പറായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ഇത് വളരെ ഒരു ക്രൂഷ്യൽ റോളാണ് ഈ ഒരു ഇതിൻ്റെ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, ഇൻറ്റഗ്രിറ്റി ആ ഓഡിറ്റ് പ്രോസസ്സിൻ്റെ ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ആൻഡ് കീ ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അഞ്ചാമത്തേൽ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ്. ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഒരേപോലത്തെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചെണ്ണം മാത്രം എടുത്തിട്ട് സെലക്ട് ചെയ്യുക, അതാണ് ടെസ്റ്റ് ചെക്കിങ്. ആറാമത്തേൽ അക്കോർഡിംഗ് ടു പ്രൊഫസർ മേക്സ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ കൺസീൽമെൻറ്റ് ഓഫ് എ ഷോർട്ടേജ് ബൈ ഡിലേയിങ് ദ റെക്കോർഡിംഗ് ഓഫ് ക്യാഷ് റെസീറ്റ്സ്. അതായത് ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്, ക്യാഷ് റെസീറ്റ്സ് ഒക്കെ വളരെയധികം ഡിലേ ചെയ്ത് കാണിക്കുക. അതായത് ആ ഷോർട്ടേജ് ഒളിപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് റെസീറ്റ്സ് ഒക്കെ വൈകിട്ട് കാണിക്കുന്ന അവസ്ഥ, അതിനെയാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നത്. Such a type of expenditure which are incurred at a point of time but the benefits are received over a period of years are called a capital expenditure. നമുക്ക് അത് ചിലവാക്കുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് ആവുകയും പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് വർഷങ്ങളോളം നമുക്ക് പിന്നീട് വരും വർഷങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സിനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. എട്ടാമത്തെ സം എക്സ്പെൻസസ് പെയ്ഡ് ഇൻ പ്രീവിയസ് ഇയർ ആർ ലൈക്ലി ടു റിസീവ് ഓർ റീഫണ്ട് ഇൻ ദ കറണ്ട് ഇയർ. കഴിഞ്ഞ വർഷം ഉണ്ടാവുന്ന ചിലവുകൾ പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കറണ്ട് ഇയറിൽ റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് കണ്ടിജൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ട്രൂത്ത് ടു എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ്, പൊസിഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ആസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. എന്താണ് ആ ഒരു ഓഡിറ്റ് ചെക്കിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യനിൽ എൻഷുർ ദ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആർ ഇഫക്റ്റീവ്. നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റവും ഇൻറ്റേർണൽ ചെക്കും ഇഫക്റ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇറ്റ് കീപ്സ് വാച്ച് ഓവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഇൻകവും എക്സ്പെൻഡിച്ചറും നമുക്ക് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനം. 11ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻറ്റേർണൽ ചെക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വൺ വേർ ഇൻ ദ അക്കൗണ്ടിങ് വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് വെരിഫൈഡ് ബൈ വർക്ക് ഓഫ് അനദർ എംപ്ലോയി. ഒരാൾ ചെയ്തു വെച്ച വർക്ക് വീണ്ടും ഒരു എംപ്ലോയിയെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് അത് ഓക്കെയാണെന്ന് ഉറപ്പ് വരുത്താം. ബോത്ത് എംപ്ലോയീസ് വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും വിതൗട്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഈച്ച് അതേഴ്സ് വർക്ക്. ഒരിക്കലും ഒരാളുടെ പ്രവൃത്തി വേറൊരാളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യുന്നതിനാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് ദി ഇവാലുവേഷൻ ഓഫ് ദ അസസ്മെൻറ്റ് ഓഫ് സിസ്റ്റം ത്രൂ വിച്ച് ആൻ ഓർഗനൈസേഷൻ മാനേജ്ഡ്. 13ാമത്തെ ക്വസ്റ്റ്യനിൽ ഫാമിലി ഓൺഡ് ബിസിനസ്, മോർ സ്റ്റേക്സ് ഓഫ് ഓണേഴ്സ്, ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, ലെസ് ട്രാൻസ്പെറൻസി ഇൻ ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ലീഗൽ ആക്ഷൻസ് ടേക്കൺ ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കോർപ്പറേഷൻ എഗെയിൻസ്റ്റ് ദ കമ്പനീസ് എക്സിക്യൂട്ടീവ്സ്. കമ്പനിയുടെ എക്സിക്യൂട്ടീവുകൾക്ക് എതിരായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മൂവ് ചെയ്യുക, ലീഗലായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. ഡയറക്ടേഴ്സ് ഓർ ദ കോർപ്പറേഷൻ ഇറ്റ് സെൽഫ്. These are often brought on behalf of class of shareholders who believe that their rights or interests have been violated by the actions or decisions of the corporate leadership. കമ്പനി അവരുടെ അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുന്ന സാഹചര്യങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്കോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റോ എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യാം. 15ാമത്തെ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് മാൽ പ്രാക്ടീസസ് വിതിൻ ദ ഓർഗനൈസേഷൻ ടു ദ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ പാർട്ടീസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലോ പുറത്തുള്ള വ്യക്തികൾ ചെയ്യുന്ന കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുക. അതിനാണ് 15ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഓഡിറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ് ചോദിക്കേണ്ടത്. റീകൺസിലേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ടെസ്റ്റ് ചെക്കിങ്, സ്ക്രൂട്ടിനി, വെരിഫിക്കേഷൻ, ഒബ്സർവേഷൻ, എൻക്വയറി. ഇത്രയാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ഓഡിറ്റിംഗ് ടെക്നിക്കായി പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ പറയുന്നുണ്ട്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെക്കിംഗ് ഉണ്ട്, അതേപോലെ പ്രൊപ്രൈറ്റേഴ്സ് കണ്ടക്ട് ചെയ്യും, കമ്പൽസറി ആണ്. ഓഡിറ്ററീസ് കണ്ടക്ടിങ് ഓഡിറ്റിംഗ് നാരോ സ്കോപ്പേ ഉള്ളൂ. റിപ്പോർട്ട് സബ്മിറ്റഡ് ബിഫോർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓഡിറ്റിംഗ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണല്ലോ. ഫിനാൻഷ്യൽ റെക്കോർഡും സ്റ്റേറ്റ്മെൻറ്റുകളും ട്രാൻസാക്ഷനും പ്രോസസ്സും ഒക്കെ. ഇത്രയാണ് ഓഡിറ്റിങ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണ്. അത് പ്രൊപ്രൈറ്റർക്ക് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് പാർട്ടി ചെയ്യുകയാണ്. എക്സാമിനേഷൻ തറോ എക്സാമിനേഷനാണ് നടക്കുക, കമ്പൽസറി ഒന്നും അല്ലാതെ. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റർ എപ്പോഴും ഇൻവെസ്റ്റിഗേഷനാണ് കണ്ടക്ട് ചെയ്യുക. അതിന് വൈഡ് സ്കോപ്പാണ് ഉള്ളത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആരാണോ ഇവർ അപ്പോയിൻറ്റ് ചെയ്ത് അവർക്കായിരിക്കും കൊടുക്കുക. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രത്യേകത. 18ാമത്തേൽ ഓഡിറ്റിംഗ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്.
സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസൊക്കെയാണ് ഓരോ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസൊക്കെയാണ് അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓഡിറ്റേഴ്സിന് അവർക്ക് അവരുടെ വർക്ക് വളരെ ഇൻറ്റഗ്രിറ്റി ആയിട്ടും ഒബ്ജക്റ്റിവിറ്റിയോട് കൂടിയും ഹൈ ലെവൽ ക്വാളിറ്റിയോടൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ 19ാമത്തേൽ സർപ്രൈസ് ചെക്ക് എന്താ, ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് സർപ്രൈസ് വിസിറ്റ്, ക്ലയൻറ്റ് ഓഫീസിൽ സർപ്രൈസ് ആയിട്ട് പോയിട്ട് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യാം. ആൻഡ് 20ാമത്തെ ക്വസ്റ്റ്യനിൽ അതോറിറ്റി ഓഫ് ദ വൗച്ചർ എന്തൊക്കെയാണെന്നുള്ളത്, ഓതൻറ്റിസിറ്റി എത്രത്തോളം അതിനൊരു സുതാര്യത ഉണ്ട് അല്ലെങ്കിൽ ഓതൻറ്റിസിറ്റി ഉണ്ട് എന്നുള്ളത്, ജെന്യൂനെസ് ഉണ്ട് നോക്കുക. ക്യാപിറ്റൽ റവന്യൂ ഐറ്റംസ്, ആക്യുറസി, അങ്ങനെ കറക്റ്റ്നെസ്. പിന്നെ റവന്യൂ സ്റ്റാമ്പ് ഫോർ 5000 രൂപയ്ക്ക് മുകളിലെ ട്രാൻസാക്ഷനൊക്കെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കുക എന്നുള്ളതാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്നുള്ളത്, എനിക്ക് നോമിനേഷനും കമ്മിറ്റിയുടെ റെമ്യൂണറേഷനും സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റിയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയൊക്കെ നോക്കുക. 22ാമത്തേൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ടേക്കൺ ബൈ ഷെയർ ഹോൾഡേഴ്സ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനോ പോളിസീസോ കമ്പനി ഡെസിഷനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സ് എടുക്കുന്ന ആക്ഷൻസാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻകോർപ്പറേറ്റഡ് ബൈ രാജു ആൻഡ് രാമലിംഗ രാജു കമ്പനി മിസ്റെപ്രസെൻറ്റഡ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാവരെയും കമ്പനി പറഞ്ഞ് പറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് മിസ്റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ റെഗുലേറ്റേഴ്സിനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ഇൻവെസ്റ്റേഴ്സിനെയും. ഓഡിറ്റേഴ്സ് വെർ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, ദേ ഫെയിൽ ടു ഡിറ്റക്ട് ദ ഫ്രോഡ്സ്, ആ ഫ്രോഡ് കണ്ടെത്താൻ പറ്റാതെ അതിൽ പരാജയപ്പെടുക. പിന്നെ സെക്ഷൻ സിയിൽ ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും പറയുന്നുണ്ട്. അതിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക, പ്രൊഫഷണൽ ക്വാളിറ്റി കൊടുക്കുക, പേഴ്സണൽ ക്വാളിറ്റി കൊടുക്കുക. 25ാമത്തെ എസ്സേയിൽ ക്ലാസിഫിക്കേഷനാണ് ഓഡിറ്റിങ്ങിൻ്റെ. കമ്പനി ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ കൊടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി ആകുമ്പോൾ കമ്പനി ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, ഓഡിറ്റ് ഫോർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നോൺ സ്റ്റാറ്റ്യൂട്ടറി ആകുമ്പോൾ പ്രൈവറ്റ് ഓഡിറ്റ്, സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽ ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ, കമ്പനിയിൽ, കോർപ്പറേഷനൊക്കെ ചെയ്യുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രോസസ് ഓഫ് വൗച്ചിങ് ദ റെസീറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ വേരിയസ് ക്യാഷ് റെസീറ്റ്സ് ചെക്ക് ചെയ്യുക, അതിന് അപ്രോപ്രിയേറ്റുള്ള സപ്പോർട്ടിങ് വൗച്ചേഴ്സ് ഉണ്ടോ നോക്കുക, പലതരത്തിലുള്ള റെസീറ്റ്സുകൾ നോക്കുക, ഓപ്പണിംഗ് ബാലൻസ് നോക്കുക, ക്യാഷ് സെയിൽസ് നോക്കുക, ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയ കണക്കുകൾ നോക്കുക, റെസീറ്റ് ഫ്രം ബിൽ റിസീവബിളിൽ നിന്ന് എത്ര കിട്ടി നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തപ്പോൾ എത്ര കിട്ടി നോക്കുക, ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ എത്ര കിട്ടി നോക്കുക, എത്ര രൂപ ലോൺ കിട്ടിയിട്ടുണ്ട് നോക്കുക, ഇൻട്രസ്റ്റ് എത്ര രൂപ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് നോക്കുക, ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കുക, ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ നോക്കുക, ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുണ്ടോ നോക്കുക, റെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടോ നോക്കുക, ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ടോ നോക്കുക, കമ്മീഷൻ ഏതെങ്കിലും രീതിയിൽ കിട്ടിയിട്ടുണ്ടോ നോക്കുക. ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് വൗച്ചിങ് ദ റെസീറ്റ് സൈഡ് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്കിൻ്റെ റെസീറ്റ് സൈഡ് വൗച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. 27ാമത്തെ ക്വസ്റ്റ്യനിൽ പല കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട്. അതിലൊരു 6 കമ്മിറ്റിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. CII കോഡ്, കുമാർ മംഗളം ബിർള കമ്മിറ്റി, നരേഷ് ചന്ദ്ര കമ്മിറ്റി, നാരായണമൂർത്തി കമ്മിറ്റി, JJ ഇറാനി കമ്മിറ്റി, ഉദയ കൊഡാക് കമ്മിറ്റി. ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്ന വേരിയസ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് essay ക്വസ്റ്റ്യനിലും പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യം നമ്മുടെ ആൻസർ കീ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൻസർ കീ ഇനി വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു മാർക്ക് അറിയാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്